ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയത്രേ. അതാണത്രേ ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൃത്യമായ മറുപടി നൽകിയിരുന്നു. ആര്യാടൻ മുഹമ്മദ്, KC ജോസഫ് ഒക്കെ മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് നമുക്ക് ദീർഘനാളത്തേക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഏർപ്പെടുത്തിയത്. ആ കരാറ് പിന്നീട് വന്ന ഗവൺമെന്റ് ആ കരാർ റദ്ദാക്കി. അതിന്റെ അനന്തരഫലം, അതിന്റെ കെടുതികൾ ഇപ്പം നമ്മൾ വളരെ വിഷമകരമായിട്ട് അനുഭവിക്കുകയാണ്. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത് കേട്ടു നോക്കാം. ആ കരാറിനോട് വ്യത്യസ്തതയുള്ളവരായിരുന്നു ഞങ്ങൾ. ആ കരാറിനകത്ത് നേരായ കരാറല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങൽ തുടങ്ങിയിരിക്കുന്നു. ആ കരാർ റദ്ദ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ നാടിന് വൈദ്യുതി ക്ഷാമം അനുഭവിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ആ വൈദ്യുതി കരാറുമായി മുന്നോട്ട് പോകാനാണ്. ഈ വ്യത്യസ്തതയുള്ളപ്പോൾ തന്നെ നാടിൻ്റെ പൊതുവായ താല്പര്യം കണക്കാക്കി ആ വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ നടപടിയെടുത്തത്. ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ അനുമതി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. ഇത്തരമൊരു കരാറിലേക്ക് പോകുമ്പോൾ UDF സർക്കാർ ആ അനുമതി വാങ്ങിയിരുന്നില്ല. അവരുടെ മുന്നിൽ ഈ പ്രശ്നം സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് അവരുടെ അവസാന തീരുമാനം പിന്നീട് വന്നു. അത് റദ്ദ് ചെയ്യുന്നതായിരുന്നു. ആ റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ആകാവുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. അത് വെറുതെ വിട്ടുകളയല്ല ചെയ്തത്. ആ വൈദ്യുതി വാങ്ങൽ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സമീപനം. ഞങ്ങളതിൽ നിങ്ങൾ കാണിച്ചത് കൊള്ളരുതായ്മയാണ്, അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്ന നിലയല്ല. ഉപേക്ഷിക്കേണ്ടതാണ്, എന്നാൽ ഉപേക്ഷിച്ചാൽ നാട് ഇരുട്ടിലാവും. അതല്ല നല്ലത്. നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് നല്ലത് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെ പറഞ്ഞത്. നിലവിലെ പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 25 വർഷക്കാലത്തേക്ക് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ ഒരു എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് പ്രകാരം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം വാങ്ങിച്ചു, 7 വർഷം പിണറായി സർക്കാരും വാങ്ങിച്ചു. 7 വർഷം. 8ാമത്തെ വർഷം ആ വൈദ്യുതി കരാർ റദ്ദാക്കി. പ്രതിപക്ഷ നേതാവ് പറയുന്ന പത്രസമ്മേളനത്തിലെ മറുപടികൾ പോലും കേൾക്കാതെ, എന്താണ് LDF സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്ന് പോലും പരിശോധിക്കാതെ കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി കെടുകാര്യസ്ഥത മറച്ചുപിടിക്കാം എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കുന്നത് 2022-ലാണ്. അതിനുശേഷം 2026 വരെ കേരളം ഭരിച്ചതും LDF സർക്കാർ തന്നെയായിരുന്നല്ലോ. ഏറ്റവും വലിയ തീവ്രതയിൽ എൽ നിനോ ഉണ്ടായതായി കണക്കാക്കുന്ന വർഷം 2023-2024 കാലത്താണ്. 2025-ലും കടുത്ത വേനൽ പ്രതിസന്ധി കേരളം അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വൈദ്യുതി കരാർ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ തന്നെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ്. അതായത് 2023-2024-നും 2025-ലും കടുത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചപ്പോഴൊന്നും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാർ ഉണ്ടായിരുന്നില്ല. അന്ന് കേരളം ഭരിച്ച LDF സർക്കാർ നാടിനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടതുമില്ല. അപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? രണ്ടാമതായി മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്രയും മഴ കുറയുമെന്ന് ആർക്കും അറിയില്ല. ഇത്രയും ജലശേഖരം നമ്മുടെ സംഭരണികളിൽ കുറയുമെന്ന് കരുതിയില്ല. പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാതിരിക്കുമെന്ന് കരുതിയില്ല. തെറ്റാണ് VD സതീശൻ സാറേ. ആർക്കും അറിയില്ല എന്നല്ല, നിങ്ങൾക്ക്, അതായത് UDFന് അറിയില്ല എന്നാണ് പറയേണ്ടത്. മഴ കുറയുമെന്നും എൽ നിനോ പ്രതിഭാസം കാരണം കടുത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ മുഴുവൻ അറിഞ്ഞിട്ടും UDF അറിഞ്ഞില്ല.
കാരണം നിങ്ങൾ ആ സമയത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കാനായി തമ്മിലടിക്കുകയായിരുന്നു. മന്ത്രിസഭ അധികാരത്തിലേറാനെടുത്ത സമയവും മന്ത്രിമാരെ നിശ്ചയിക്കാനും വകുപ്പ് നിശ്ചയിക്കാനും ഒക്കെ എടുത്ത സമയവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കാമായിരുന്നു. നിങ്ങൾ ഒന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോ ജനങ്ങളുടെ തലയിലും കഴിഞ്ഞ സർക്കാരിന്റെ തലയിലും പ്രതിസന്ധിയെ പഴിചാരി കൈ കഴുകാമെന്നാണോ കരുതുന്നത്? UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളം വൈദ്യുതി പ്രതിസന്ധി അനുഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ടും അത് പരിഹാരം കാണാൻ യാതൊരു താല്പര്യം മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഇല്ലെന്നാണ് ആവർത്തിക്കുന്ന നുണകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.